സാറ്റർഡേ ആയിട്ട് ഇന്ന് എന്താ സ്പെഷ്യൽ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് കറി വെക്കാൻ വാങ്ങിയ ചിക്കൻ്റെ അകത്തുനിന്ന് കുറച്ചെടുത്ത് തട്ടുകട സ്റ്റൈലിൽ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലോ എന്ന് ആലോചിച്ചത്. പോരാളി അറിയാതെ അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ചിക്കൻ അടിച്ചു മാറ്റി. അതിനുശേഷം വൃത്തിയായി കഴുകി അതിലേക്ക് വെളുത്തുള്ളി, വേപ്പില, ഇഞ്ചി മുതലായവ ചതച്ച് ചേർത്ത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 സ്പൂൺ മുളക് പൊടിയും ചേർത്തു. അതിനുശേഷം അതിലേക്ക് 1 സ്പൂൺ പൊടിച്ച മസാലയും 2 സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തു. അതിനുശേഷം ചിക്കൻ മസാല തപ്പി നടന്ന് ചിക്കൻ മസാല കിട്ടില്ല, മീറ്റ് മസാല ഉണ്ടായിരുന്നു, അത് ചേർത്തു. അതിനുശേഷം നമ്മൾ ചേർത്തത് തൈരാണ്. തൈരിന് പകരം നമുക്ക് വിനെഗറോ നാരങ്ങ നീരോ ചേർക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക. ഇവയെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അടുത്തതായി നമ്മൾ ചേർക്കുന്നത് ഫുഡ് കളറാണ്. ചെറിയൊരു റെഡിഷ് കളർ കിട്ടട്ടെ എന്ന് കരുതി ചേർക്കുന്നതാണ്. അത് നിർബന്ധമില്ല ചേർക്കണമെന്ന്. കളർ ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കുറച്ചു നേരം ഫ്രിഡ്ജിലേക്ക് വെക്കുക. കുറഞ്ഞ 1 മണിക്കൂറെങ്കിലും വെക്കണം. ഫ്രൈ ചെയ്യുന്നതിന് 10 മിനിറ്റ് മുമ്പെങ്കിലും അത് പുറത്തെടുത്ത് വെക്കുക. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കുക. നമ്മളിവിടെ റൈസ് ഗ്രെയിൻ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോഴത്തെ വെളിച്ചെണ്ണയുടെ വില വെച്ച് നമുക്ക് വെളിച്ചെണ്ണ മുതലാവില്ല. നമ്മളിവിടെ ഫ്രൈ ചെയ്യാനായിട്ട് ഫോർക്കാണ് യൂസ് ചെയ്യുന്നത്. ഫോർക്ക് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചിക്കൻ ഇങ്ങനെ കുത്തി എണ്ണയിലേക്ക് ഇടാൻ പറ്റും. മാത്രമല്ല എണ്ണ തെറിച്ച് കയ്യെ വീഴുമെന്നുള്ള പേടി വേണ്ട. ഇങ്ങനെ ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള കുക്കിങ്ങിനൊക്കെ ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഫോർക്ക്. എണ്ണ നന്നായി തിളച്ചു കഴിഞ്ഞാൽ കുറഞ്ഞ തീയിൽ ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ചിക്കൻ്റെ ഓരോ സൈഡും വേകുന്നതനുസരിച്ച് പതിയെ പതിയെ മറിച്ചിട്ട് കൊടുക്കുക. ചിക്കൻ നന്നായി ഫ്രൈ ആയി കഴിഞ്ഞാൽ ഓരോ പീസായി ഇങ്ങനെ കുത്തിയെടുക്കുക. അതിനുശേഷം അതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുക. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ.